ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. എൻ ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. എൻ ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. ചോദിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൽ കണ്ടെത്തും. ചോദിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൽ കണ്ടെത്തും. മുട്ടുവിൽ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൽ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. Holy Spirit, come aboard everyone here. Come into our hearts, come into our mind, come into our soul, come into our body. Come on, fill us, fill us, fill me, O Holy Spirit. I invite you, mighty Holy Spirit, into my life. I invite you into my heart. Come and dwell in me. I'm longing for you, oh my Lord. I'm longing for you, Holy Spirit. I love you, Holy Spirit. I need you, my Lord.
I need you, my Lord. I need you, my Lord. Come and dwell in me. Come and dwell in me, my Lord. Holy Spirit. Utuparaham dalaraba. Tokaru salam daruba. Uro tota raham durba. Uro lahuraha. Taparun darusharudara. Uro laham daruka barusharaba. Toparuho. Uralam daraka barashara. Tola raham do. Ubala harahoda. Top darusalam darugara. Uro tala barahada. Glory, hallelujah, glory, hallelujah, glory. Amen, glory, hallelujah, glory, hallelujah, glory, hallelujah, glory, hallelujah. Amen, 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 hallelujah, glory, hallelujah, glory. Come with the fire, Almighty Holy Spirit. Come with the fire, Almighty Holy Spirit. Come with your fire, Almighty Holy Spirit. ആത്മാക്കളെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാക്കളെ കുറിച്ചുള്ള ലോകത്തിൻ്റെ അറിവ് അത് വളരെ പരിമിതമാണ്. വർഷങ്ങളായി, കാലങ്ങളായി മനുഷ്യനുണ്ടാക്കി വെച്ച ചില മതിൽക്കെട്ടുകൾ പഠനങ്ങളായി ആത്മാക്കളുടെ യഥാർത്ഥമായ അവസ്ഥകളെ കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്ത തടസ്സങ്ങളായിട്ട് അവ മാറി. അതുകൊണ്ട് തന്നെ ആ പഠനങ്ങൾ, ആ ധാരണകൾ അത് ഹൃദയങ്ങളിൽ ആഴത്തിൽ വേരോടി അതിനപ്പുറത്ത് മറ്റൊന്നില്ല എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് ഈ കാലമെല്ലാം ലോകം കടന്നുപോയത്. പ്രത്യേകിച്ചും ആത്മീയ രംഗം, ആത്മീയ മേഖല എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നതോ തൻ്റെ ബുദ്ധിയിൽ ആലോചിച്ച് ചിന്തിച്ച് കണ്ടെത്താൻ പറ്റുന്നൊരു കാര്യമല്ല. ആത്മീയ തലം എന്ന് പറയുന്നത് ദൈവികമാണത്. അത് ദൈവത്തിന് മാത്രമേ അവിടെ എന്താണ് ഉള്ളതെന്ന് പറഞ്ഞു തരാൻ സാധിക്കത്തുള്ളൂ. അത് ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളോ സ്വർഗീയമായ കാര്യങ്ങളോ അതല്ല, നരകത്തെക്കുറിച്ചോ സാത്താനെക്കുറിച്ചോ കാര്യങ്ങളാകട്ടെ, ഇത് നമ്മളെ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. നരകത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്, പിശാചല്ല. നരകം എന്ന് പറയുക പിശാചിൻ്റെ ലോകമാണ്. അത് പറഞ്ഞു തരേണ്ടത് പിശാചല്ല, ദൈവമാണ്. കാരണം ദൈവം എല്ലാത്തിൻ്റെയും പൂർണ്ണതയാണ്. അവിടത്തേക്ക് എല്ലാം അറിയാം. അവിടുത്തെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം അവിടത്തേക്ക് വ്യക്തമാണ്. അപ്പം ഇതിനെല്ലാമുള്ള ഉത്തരങ്ങളാണ് ബൈബിള്. ബൈബിളിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ, എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ, അത് തിരിച്ചറിയാൻ പറ്റാതെ പോയത് കൊണ്ട്, അതല്ലെങ്കിൽ ബൈബിളിലെ ചില വചനങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉത്തരം കണ്ടെത്തിയപ്പോൾ അത് വികലമായിപ്പോയി, അത് സത്യത്തിനെതിരായിട്ട് മാറിപ്പോയി. അതുകൊണ്ടാണ് ഈ പ്രകാരം ഈ ഒരു ചാനലിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചത്. കാരണം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഈ 33 വർഷക്കാലം ഏറ്റവും അധികമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോയൊരു മേഖല, ഈ അഭിഷേകം, സ്പിരിറ്റിന്റെ അഭിഷേകം കൊണ്ടുപോയൊരു മേഖല ആത്മാക്കളുടെ ലോകമാണ്, ആത്മാക്കളുടെ തലങ്ങളാണ്. എഫെസോസ് ലേഖനം 6-ാമത്തെ അധ്യായം 10-15 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അപ്പോൾ നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത്, ഒരു ആത്മീയ മനുഷ്യൻ്റെ യുദ്ധം എന്ന് പറയുന്നത്, അത് രക്തത്തിനും മാംസത്തിനും എതിരെയുള്ള യുദ്ധമല്ല. എന്താണ് രക്തവും മാംസം എന്ന് പറയുക? രക്തവും മാംസവും ഉള്ളത് ആർക്കാണ്? മനുഷ്യർക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, പക്ഷിമൃഗങ്ങൾക്കുണ്ട്. മാംസമുണ്ട്, രക്തമുണ്ട് എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നവയാണ് അവയെല്ലാം. ഭൗതികമായ തലങ്ങളാണത്. ശരീരവും രക്തവും എല്ലാം ഉള്ളത് കാണപ്പെടുന്നവയാണ്, നമ്മുടെ കണ്ണുകൾക്കൊണ്ട് കാണപ്പെടുന്നവയാണത്. അപ്പോൾ നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണപ്പെടുന്ന ഈ ലോകത്തിൽ ഏതെങ്കിലും മനുഷ്യർക്കോ ഏതെങ്കിലും മൃഗത്തിനോ ഏതെങ്കിലും പക്ഷികൾക്കോ എതിരെയുള്ളതല്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത
അദൃശ്യങ്ങളായ ശക്തികൾക്കെതിരെയാണ് നമ്മുടെ യഥാർത്ഥമായ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മേഖല, ഈ ആത്മീയ തലം എന്ന് പറയുന്നത് അത് വെളിപ്പെടുത്തപ്പെട്ട ഒരു മേഖലയല്ല. മനുഷ്യൻ്റെ ബുദ്ധിക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു തലമല്ലത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ നമ്മുടെ യുദ്ധം ആധിപത്യങ്ങൾക്കും, ഇപ്പോൾ ആധിപത്യങ്ങളുണ്ട്, പ്രബുദ്ധങ്ങളുണ്ട്, ഈ അന്ധകാരലോകത്തിൻ്റെ അധിപന്മാരുണ്ട്, സ്വർഗീയിടങ്ങളിലെ തിന്മയുടെ ദുരാത്മാക്കളുണ്ട്. അവയ്ക്കെതിരെയാണ് നമ്മുടെ യുദ്ധം. നാം തിരിച്ച് അറിയണം, മനസ്സിലാക്കണമേ. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ലാത്ത ഒരു വലിയൊരു ലോകം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആധിപത്യങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം ഭവനങ്ങളിലായിരിക്കാം, സ്വന്തം ദേശത്തായിരിക്കാം, നമ്മളായിരിക്കുന്ന നഗരത്തിലായിരിക്കാം, എല്ലായിടത്തും ആധിപത്യങ്ങളുണ്ട്. ഡൊമിനിയൻ ആധിപത്യങ്ങൾ, പിശാചിൻ്റെ ആധിപത്യങ്ങളുണ്ട്, പ്രഭുത്വങ്ങളുണ്ട്. ഇതൊക്കെ അവൻ്റെ രാജ്യത്തിൻ്റെ ഓരോ തലങ്ങളാണ്. ആധിപത്യങ്ങൾ, പ്രഭുത്വങ്ങൾ, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ, സ്വർഗീയ ഇടങ്ങൾ. എന്താണ് സ്വർഗീയ? സ്വർഗമല്ല സ്വർഗീയ ഇടം എന്ന് പറയുക. ഈ ലോകത്തിലെ സ്വർഗീയ ഇടങ്ങളായിരിക്കേണ്ട മനുഷ്യ ശരീരം, ദേവാലയങ്ങൾ, എന്തൊക്കെയാണ് സ്വർഗീയമായിരിക്കേണ്ടത്? അവിടെയെല്ലാം ഉള്ള ദുരാത്മാക്കളുണ്ട്. ഇവിടെയെല്ലാം ദുഷ്ടൻ്റെ സ്വാധീനം, അത് മനുഷ്യൻ്റെ അവിശ്വസ്തകളിലൂടെ, മനുഷ്യൻ്റെ പാപത്തിലൂടെ പിശാച് അവൻ്റെ ശക്തി എല്ലായിടത്തും നിറച്ചു വെച്ചിട്ടുണ്ട്. അവൻ്റെ താവളം എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിവും ബോധ്യവും ഇല്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും, നമ്മൾ ആക്രമിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ പ്രിയരേ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, സങ്കീർത്തനം 119, 105 തിരുവചനം, കർത്താവേ അവിടുത്തെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പാദത്തിന് വിളക്കായിരിക്കണം, അത് പാതയിലെ പ്രകാശമായിരിക്കണം. നാം അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇടറുകയില്ല, വഴിതെറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ, ദൈവമേ എനിക്ക് ജ്ഞാനം നൽകണമേ, അവിടുത്തെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കണമേ, ആത്മാക്കളിൽ ഈ തലത്തെക്കുറിച്ച് പഠിക്കുവാൻ എൻ്റെ ഹൃദയം തുറക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ ആത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശത്രുവിൻ്റെ തല തകർക്കാൻ, ശത്രുവിനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന സ്ത്രീയായ പരിശുദ്ധ മറിയത്തിൻ്റെ വലിയ സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ദുരിതത്തിൻ്റെ ഫലവും അനുഗ്രഹീതമാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രൻ്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എൻ്റെ ഒരു സംഭവം, ഒരു അനുഭവം സാക്ഷ്യം പങ്കുവെക്കുകയാണ്. ആത്മാക്കൾ ഒന്നുമില്ല, ഇതൊക്കെ ഒരു മനുഷ്യന് തോന്നലുകളാണ്. ഇന്നത്തെ ശാസ്ത്രം അതാണ് പറയുന്നത്. ഹലൂസിനേഷൻസ് അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, മനുഷ്യന് ഉണ്ടാകുന്ന ഈ പറയുന്ന വെളിപ്പെടപ്പെടാത്ത തലങ്ങളിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിന് ശാസ്ത്രം കൊടുക്കുന്ന വ്യാഖ്യാനമാണ്. അതൊക്കെ ഹലൂസിനേഷൻസ്, ഭാവന സൃഷ്ടികളാണ്. അതൊക്കെ ഭാവനകളാണ്, മനുഷ്യൻ്റെ ഭാവന സൃഷ്ടികളാണ് അതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഓരോ പേരിൽ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇതൊന്നും സത്യങ്ങളെ അല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. പക്ഷെ ഇവരുടെ നാം തിരുവചനത്തിൽ വായിക്കുന്നു, അനേകം സംഭവങ്ങൾ യേശുക്രിസ്തു അശുദ്ധാത്മാക്കളെ പുറത്താക്കി മനുഷ്യരിൽ നിന്ന്, അവരെ സൗഖ്യപ്പെട്ടവരായിട്ട് മാറി. അപ്പോൾ ആത്മാക്കളില്ല എങ്കിൽ, അശുദ്ധാത്മാക്കളില്ല എങ്കിൽ പിന്നെ എന്തിനാണ് യേശു അങ്ങനെ ചെയ്തത്? യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു. അവിടെ നമുക്കെല്ലാം കാണിച്ചു തന്നു, രക്ഷയുടെ എല്ലാ വഴി നമുക്ക് കാണിച്ചു തന്നു, പിശാചിൻ്റെ കുടിലമായ തന്ത്രങ്ങളെ നമുക്ക് കാണിച്ചു തന്നു, എങ്ങനെയാണ് അവനെ നേരിടേണ്ടത്, അതിനുള്ള ശക്തിയും നമുക്ക് അധികാരവും നമുക്ക് യേശു നൽകി, തൻ്റെ നാമത്തിലൂടെയും തൻ്റെ അഭിഷേകത്തിലൂടെയും. പക്ഷേ ഇതിനൊന്നും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ, ഇതൊന്നും പ്രാപിച്ചെടുക്കുവാൻ ശ്രമിക്കാതെ, മനുഷ്യൻ യാതൊരു തരത്തിലുള്ള ഒരു അധ്വാനത്തിനും തയ്യാറാകാതെ തൻ്റെ തോന്നലുകളെയും തൻ്റെ ചിന്തകളെയും ഒക്കെ അവൻ പഠനങ്ങളാക്കി മാറ്റി. അതനേകം പേര് വിശ്വസിച്ചു. അത് വലിയ നാശമാണ്. ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന കാര്യം ഇതാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ 1989 സംഭവിച്ചൊരു കാര്യം. ഒരു ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ, സൂര്യനെല്ലിയിലുള്ള എൻ്റെ ഭവനത്തിൽ നിന്ന് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ജീപ്പ് എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ടൗണിലേക്ക് പോയി.
എന്തോ ആവശ്യത്തിന് വേണ്ടി അവിടെ ചെന്നതാണ്, വെറുതെ പോയതാണ്, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കാനൊന്നും പോയതായിരുന്നില്ല. പക്ഷെ ഞാൻ ആ ടൗണിൽ ചെന്ന് കഴിഞ്ഞ് എന്തോ കാര്യങ്ങളോട് ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്തൊരു മനുഷ്യൻ എന്നെ അന്വേഷിച്ച് വരികയാണ്. അവിടെ നിന്ന് 3-3.5 കിലോമീറ്റർ ദൂരെയുള്ള ചിന്നക്കനാൽ എന്ന സ്ഥലത്തു നിന്നൊരു പിതാവ്, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഞാൻ ആ റോഡിൽ വണ്ടി കിടപ്പുണ്ട്, വണ്ടിയിൽ ഞാൻ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ബ്രദറിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു, എനിക്ക് വലിയൊരു സഹായം വേണം. ചെന്തുപറ്റി, എൻ്റെ മകള് രോഗം ബാധിച്ച് ആശുപത്രിയിലായിരുന്നു, കടുത്ത ആസ്മയാണ്. ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒരാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു കുറവുമില്ല. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവളെ വീട്ടിൽ കൊണ്ടുപോകുന്നു. വീട്ടിൽ വന്ന അവളുടെ രോഗം വളരെയേറെ മൂർച്ഛിച്ചിരിക്കുന്നു. ആൾക്ക് ശ്വാസമെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തോടെ വരുന്നത് പ്രാർത്ഥിക്കണം. ഈ മകൻ ഈ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ ആദ്യകാലം മുതൽ എൻ്റെ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കാൻ വരുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് വന്നാൽ മതി. ഇല്ല ബ്രദറെ, വളരെ വേഗം വരണം, ഒട്ടും സമയം കളയാനായിട്ടില്ല. ശരിയാകട്ടെ, പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേഗത്തിൽ പോയി തിരിച്ചു വരാം എന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നാൽ മതിയല്ലോ എന്ന ധാരണയിൽ ഞാൻ വേഗം വണ്ടിയെടുത്ത് ഇയാളെയും കൂട്ടി 3-3.5 കിലോമീറ്റർ ദൂരെയുള്ള ചിന്നക്കനാലിലേക്ക് ചെല്ലുന്നു. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ മുകളിലേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ കണ്ട വലിയൊരു ജനക്കൂട്ടമാണ് അവിടെ, ഒരാൾക്കൂട്ടം. ഈ പിതാവിൻ്റെ മുന്നേ നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു പടതയൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ വളരെ ദുഃഖിതരായിട്ട് നിൽക്കുകയാണ്. പലരും ഇങ്ങനെ തലയൊക്കെ കുനിച്ച് വലിയ വിഷമത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ആൾ മരിച്ചുപോയി. അതാണ് ഇത്ര വലിയൊരു ദുഃഖത്തിൽ ഈ ആൾക്കൂട്ടം ഇങ്ങനെ കൂടി നിൽക്കുന്നത്. അവരെ വഴി മാറി തന്നു. ഈ പിതാവ് മുന്നേ പോയി, ഞാനും പിന്നാലെ പോയി. വസതിയിൽ മരിച്ചുപോയ ഒരു മകളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിൽ കയറി ചെല്ലുന്നത്. ഒരു സാധാരണ വീട്. ഞാൻ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച, ഒരു കട്ടിലിൽ 2 സ്ത്രീകൾ അപ്പുറം ഇരിപ്പുണ്ട്. അവരുടെ ഇടയിലായിട്ട്, നടുവിലായിട്ട് ഈ രോഗം ബാധിച്ച മകൾ ഇരിപ്പുണ്ട്. ഇരുവശങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകൾ ഇവളുടെ 2 കൈകളും അവരുടെ തോളിലേക്ക് വെച്ചിട്ട് അവരിങ്ങനെ ഇവളെ താങ്ങി വെച്ചിരിക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ ഇവള് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും ശ്വാസം എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തല കുനിഞ്ഞ് കണ്ണിങ്ങനെ മുഴുവൊരു നോട്ടം, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. ഇവനെ പ്രാണൻ വേർപെട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടത്. ഞാൻ നോക്കുമ്പോൾ ആ മുറി മുഴുവനും സ്ത്രീകളാണ്. 3 സ്ത്രീകളെ മുറിക്കകത്തുണ്ട്. എങ്ങനെ ഇവിടെ പ്രാർത്ഥിക്കും? ഞാൻ ആ പിതാവിനോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്കൊരു പണി ചെയ്യാം, വേഗം ഇവിടെ പള്ളിയിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പോയി അവിടുത്തെ ഇടവക വികാരി അച്ഛനോട് ചോദിക്കട്ടെ, വേഗം വരാം. കാരണം അത്രയും വലിയ ജനക്കൂട്ടം അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ഈ രോഗിയെ മൾക്കൂട്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല രീതി എനിക്ക് തോന്നിയില്ല. അതും എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭമാണ്. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി എൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ച് ഒരു 5-6 മാസം എന്ന് പറയാൻ ആയിട്ടുള്ളായിരിക്കാം. ആ കാലഘട്ടത്തിൽ ഞാൻ വളരെ വേഗം വണ്ടിയെടുത്ത് ആ പുരോഹിതനടുക്കൽ ചെന്നു. ഒരു യുവവൈദികൻ, ഒത്തിരിയേറെ ആ കാലഘട്ടങ്ങളിൽ എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും വലിയൊരു സപ്പോർട്ട് നൽകിയൊരു മകനാണ് അദ്ദേഹം. ഞാൻ ചെന്ന് പറ, അച്ഛാ, ഇന്നയാളുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകള് കടുത്ത രോഗം ബാധിച്ചിരിക്കുകയാണ്, വല്ലാത്തൊരവസ്ഥയാണ്, അവിടെ വലിയ ജനക്കൂട്ടമാണ്, അവിടെ നിന്നൊരു പ്രാർത്ഥിക്കുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഈ മോളെ പള്ളി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണം, അച്ഛൻ അനുവദിക്കാമെന്ന് ചോദിച്ചു. അദ്ദേഹം പറയാൻ എന്താ, കൊണ്ടുപോയി പള്ളി തുറന്നു തരാം. അത് പള്ളി എന്ന് പറയാനായിട്ട് ഒരു ചെറിയൊരു വീടായിരുന്നു അന്ന്, ഒരു ചെറിയ ഒരു ഭവനം എന്ന് പറയാം. കൂടിയാലൊരു 10-50 പേർക്ക് നിൽക്കാം അതിനകത്ത്. അത്രയോ സ്ഥലം ഉണ്ടായിരുന്നു അന്ന് ആ പള്ളി. അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ വേഗം വണ്ടി എടുത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞു, ഇത് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്, അദ്ദേഹം പള്ളി തുറന്നു തരും, വേഗം മകളെ വണ്ടി കയറ്റാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കുറേ പേര് ചേർന്ന് വണ്ടിയിൽ കയറ്റാൻ വേണ്ടി വീട്ടിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും കുറേ പുരുഷന്മാർ ഒച്ച വെച്ചു, നിങ്ങൾ എന്താ കാണിക്കുന്നത്, അവളെ വീട്ടിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കുക, അവളെ കിടന്ന് മരിച്ചാൽ മതി, അവളെ കൊണ്ടുപോകണ്ട. അപ്പം ഈ അപ്പൻ പെട്ടെന്ന് പറഞ്ഞു, ബ്രദർ പറഞ്ഞു കേൾക്ക്, അവളെ പള്ളി കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. വേഗം ഒരു വണ്ടി
കൊണ്ട് കിടത്തി. പള്ളിയിലേക്ക് ചെന്നു. അച്ഛൻ പള്ളി തുറന്നിട്ടുണ്ടായിരുന്നു. ആ പള്ളിയുടെ കയറ്റുപായൽ ഇവിടെ കിടത്തി. കമ്പിളിയെല്ലാം ഇങ്ങനെ ശരീരം മുഴുവൻ പുതച്ചിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് വലിക്കുന്നു. കിടന്നു കഴിഞ്ഞ് ശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഇരുത്തും. ഞങ്ങളുടെ പ്രാർത്ഥനയെ ആരംഭിച്ചു. അരമണിക്കൂർ, 1 മണിക്കൂർ. അപ്പോൾ ഞാനെന്നത് ധരിച്ചു വെച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ സൂര്യനെല്ലി വരെ പോകുന്നു. അതൊരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് വീട്ടിലെത്താൻ പറ്റും. വേഗം തിരിച്ചു വരുമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു പ്രാർത്ഥന കടന്നു പോന്നു. എത്രയും പെട്ടെന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലെത്തണം. കാരണം ആ നാളുകളിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും എനിക്ക് അത്ര അനുവദനീയമായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം പോയി പൊതുവായി പരസ്യമായി പോയി പ്രാർത്ഥിക്കാനും അത്ര വലിയ താല്പര്യങ്ങൾ അന്ന് എൻ്റെ ഭവനത്തിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ദൈവമേ, താമസിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വഴക്കുണ്ടാകുമോ, അപ്പൻ വഴക്ക് പറയുമോ, ഭയം തോന്നിയിരുന്നു. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, 3 മണിക്കൂർ പ്രാർത്ഥിച്ചു. യാതൊരു മാറ്റവുമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവള് ഉറങ്ങും. പ്രാർത്ഥന നിർത്തി കഴിയുമ്പോൾ ആൾ എഴുന്നേക്കും, വീണ്ടും അതേപോലെ വലിക്കും. ശ്വാസം പെട്ടുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥന നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഏതാണ്ട് രാത്രി 12 മണി 12 മണിയായപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്നു, ദൈവമേ, എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായി. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അത് വീട്ടിൽ വലിയൊരു അപ്പച്ചനെ വഴക്ക് പറയും. അങ്ങനെ തിരിച്ച് വേഗം പോകണം. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ വേഗം മറ്റു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. നിന്റെ സഹോദരിയാണ് കിടക്കുന്നതെങ്കിൽ നീ ഇട്ടിട്ട് പോകുമോ? ഒരു ചോദ്യം ഉള്ളിൽ വരികയാണ്. ആ ദിവസങ്ങൾ എൻ്റെ ഒരു ഇളയ സഹോദരി രോഗം ബാധിച്ച മകള് മദ്രാസിൽ ചികിത്സയിലായിരുന്നു. കിഡ്നികൾക്ക് രോഗം ബാധിച്ച്. അപ്പോൾ വളരെ പെട്ടെന്ന് ചിന്തയുടെ ഉള്ളിൽ വരികയാണ്, ഒരു ചോദ്യം വരികയാണ്, നിന്റെ സഹോദരിയാണ് കിടക്കുന്നത്, നീ ഇട്ടിട്ട് പോകുമോ? ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഇട്ടിട്ട് പോകില്ല. ഞാൻ പ്രാർത്ഥിക്കും. ആ പെട്ടെന്ന് തന്നെ പോകണമെന്നുള്ള ആഗ്രഹം എന്നെ വിട്ടുപോയി. ആ ഒരു താല്പര്യ സ്നേഹത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ ഇരുന്നു. പിന്നെയും അങ്ങനെ പ്രാർത്ഥിച്ചു. രാത്രിയിൽ അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഈ മകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സ്ട്രക്ചറൊന്നുമില്ല. ഏതെല്ലാം രീതിയിൽ പ്രാർത്ഥന വന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങും, ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ അസുഖം, യാതൊരു മാറ്റവുമില്ല. അങ്ങനെ 2 മണി, 3 മണി, 4 മണിയായി. 4 മണിയായപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്. ദൈവമേ, ഞാൻ എൻ്റെ വീട്ടിൽ പറയാതെ വന്നതാണല്ലോ, ഇനി താമസിച്ച് കഴിഞ്ഞാൽ നേരം വിളിക്കുന്ന വീട്ടിലെത്തണം. അപ്പോൾ ഞാൻ ഈ അപ്പനോട് അത് തന്നെ ചെവിയിൽ പതി ഞാൻ പറഞ്ഞു, ചേട്ടാ, നമ്മൾ ഇത്രയും സമയം പ്രാർത്ഥിച്ചല്ലോ, ഞാൻ 5 മണി വരെ പ്രാർത്ഥിക്കാം. 5 മണിയാകുമ്പോൾ ഞാൻ നിർത്തും കേട്ടോ. ഇത് പണി ചെയ്യണം. ചേട്ടനെ ഇവിടെ കൊണ്ട് നേരെ മൂന്നാറിൽ ടാറ്റ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. അവിടെ പോയി വീണ്ടും ഡോക്ടറെ കാണാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിച്ചല്ലോ, ഡോക്ടറെ കാണിക്കുക, മരുന്ന് കൊടുക്കാം. ഈ അപ്പനെ സമ്മതിച്ചു. അപ്പോൾ ഞാൻ വായിച്ചു നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. കൃത്യം 5 മണിയായപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ്. ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ തുടങ്ങുകയും വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടി അതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. അവള് പൂർണ്ണ നിശബ്ദയായിരുന്നു, ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. പക്ഷെ കൃത്യം 5 മണിയായപ്പോൾ ഇവിടുന്ന് ഒരു ശബ്ദം വരികയാണ്, ഞാൻ അങ്ങനെയൊന്നും ഇറങ്ങി പോകത്തില്ല, എന്നെ ഇറക്കാൻ നോക്കുകയും വേണ്ട. ഞാൻ അങ്ങനെയൊന്നും ഇറങ്ങി പോകത്തില്ല, എന്നെ ഇറക്കാൻ നോക്കുകയും വേണ്ട. വസ്തുതയിൽ ആ ഒരു വാക്ക് അവളിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ വളരെ വേഗം എൻ്റെ ആത്മാവിൽ എനിക്കൊരു വലിയൊരു കാര്യം മനസ്സിലായി. ഇത് അശുദ്ധാത്മാവ് എതിർത്ത് നിൽക്കുകയാണ്. കാരണം ആ നാളുകളിൽ പല പ്രാർത്ഥനാ ശുശ്രൂഷകളിലൂടെയും അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന ഒരു തലത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ഇത്രയും മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതിരുന്നപ്പോൾ ഇതിനെയും ദൈവം ഇത് അശുദ്ധാത്മാക്കൾ അല്ലയോ, ഇത് രോഗം മാത്രമാണോ? അപ്പം അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ പ്രാർത്ഥന നിർത്താൻ തീരുമാനിച്ചത്. അത് ഞാൻ പറഞ്ഞ കാര്യം അവളോ ആരും കേട്ടിട്ടില്ല. എന്നോട് അപ്പൻ്റെ ചെവിയിൽ പതിയാണ് പറഞ്ഞത്, 5 മണിക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കണം. കൃത്യം 5 മണിയായി ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ തുടങ്ങുന്നു. ഇതാ വിളിച്ചു പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകില്ല, എന്നെ ഇറക്കാൻ നോക്കണ്ട. അത് ഉറക്കെയാണ് അവൾ വിളിച്ചു പറഞ്ഞത്. അതെല്ലാവരും കേട്ടു. എല്ലാവർക്കും ഉഷാറായി. ശക്തമായ പ്രാർത്ഥന ആരംഭിച്ചു. ഉറക്കെ സ്തുതിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ച സമയത്ത് ഇവളെ അടുത്ത് വെച്ച് പിടിച്ചിരുന്ന ഒരു സ്ത്രീ, ഇവളുടെ അപ്പൻ്റെ സഹോദരി ഞാൻ വിചാരിക്കുന്നു, പ്രായമുള്ള സ്ത്രീ, ഒരു അമ്മ, അവരോട് പറയാണ്, ബ്രദറെ, ഇവളുടെ അമ്മ മരിച്ചതും ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ ശ്വാസം മുട്ടി
2 സ്ത്രീകളുടെ നടുവിലിരുന്ന് അവരുടെ തോളിൽ കൈയിട്ട് അങ്ങനെ ഇരുന്നാണ് ആ അമ്മ മരിച്ചത്. അതേ രീതിയിലാണ് മകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം കാര്യം മനസ്സിലായി. മരിച്ചുപോയ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവരുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ. അപ്പോൾ ബഹുമാനപ്പെട്ട പുരോഹിതൻ പറഞ്ഞു, നേരം വിളിക്കാറായി, 6 മണിയായി, നമുക്ക് കുർബാന അർപ്പിക്കാം, ബലി അർപ്പിക്കാം. പ്രഭാത കുർബാന 6:15 കുർബാനയുണ്ട്. ശരി, വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആ ബലിയിൽ അച്ഛൻ ഇവളുടെ ഈ കുടുംബത്തിൻ്റെ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. കുർബാന കഴിഞ്ഞു. ഇവള് പരിപൂർണ്ണ സ്വതന്ത്രയായി, യാതൊരു പ്രശ്നവുമില്ല, മിടുക്കിയായി അവൾ എഴുന്നേറ്റു. ആ സമൂഹം എഴുന്നേറ്റു. ഇവിടെ പുറത്തിറങ്ങി വരുമ്പോൾ എല്ലാവരും കൈ കൂട്ടി സ്തുതിച്ച് റോഡിലിറങ്ങി ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് നടന്ന്. എല്ലാവരും കൂടി ഒരു 10-30 ആൾക്കാരുണ്ടായിരുന്നു, ആ ദേശക്കാരും ഉണ്ടായിരുന്നു. അവൾ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വർഷത്തിൽ ആ ഒരു സംഭവം, ആ ഒരു പ്രാർത്ഥന, അതിന് മറ്റൊരു ഫലം കൂടി ഉണ്ടായി. അതിൽ പങ്കെടുത്തിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആ ദേശത്തുള്ള ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹം കത്തോലിക്കനാണ്. അദ്ദേഹവും ഈ പ്രാർത്ഥനയിൽ എങ്ങനെയോ പങ്കെടുക്കാൻ വേണ്ടി വന്നു. കാരണം ആ കുടുംബങ്ങൾ എന്തോ ബന്ധം അവർക്കുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ആ മകളുടെ ആ സൗഖ്യമോ വിടുതലും ആ ദേശത്ത് അനേകം ആളുകൾക്ക് ദൈവവിശ്വാസം വർദ്ധിക്കുവാനും യേശുവിലേക്ക് കടന്നു വരാനും ഈ പറഞ്ഞ ഈ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ധ്യാനം കൂടാൻ, തങ്ങളെ തന്നെ കർത്താവിന് കൊടുക്കാനായിട്ട് അവർ തയ്യാറായി. ഒരു വലിയ മാറ്റമാണ് അവിടെ സംഭവിച്ചത്. ആ മകള് ഇന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ഞാൻ ആ മകളെ കാണാൻ ഇടവന്നു, ആ പിതാവിനെ കാണാൻ ഇടവന്നു. യാതൊരു പ്രശ്നവുമില്ല, യാതൊരു അസ്വസ്ഥവുമില്ല. അതിന് ശേഷം ഇപ്പോൾ മനുഷ്യർ പറയും ഇതൊക്കെ ഒരു തോന്നലാണ്, ഇതൊക്കെ ഭാവനാ സൃഷ്ടികളാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് അദൃശ്യമായ ആ ഒരു തലത്തിൽ നിൽക്കുന്ന അശുദ്ധാത്മാക്കളെ പുറത്താക്കി കഴിയുമ്പോൾ ഇവിടെ വ്യക്തികൾ സ്വതന്ത്രമാവുകയാണ്. അത് വലിയ സത്യമാണത്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാക്കൾ ഉള്ളതുകൊണ്ടാണ്, അശുദ്ധാത്മാക്കൾ ഉള്ളതുകൊണ്ടാണ് കർത്താവ് ഈശോ തൻ്റെ അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുത്തത്. മത്തായി സുവിശേഷം അധ്യായം 10:1 യേശു തൻ്റെ 12 അപ്പോസ്തലന്മാരെ വിളിച്ച് അവർക്ക് സകല അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും. ഇപ്പോൾ അശുദ്ധാത്മാക്കൾ ഉള്ളത് കൊണ്ടാണ് കർത്താവ് അധികാരം കൊടുത്തിട്ടുള്ളത്. ആ അധികാരം ഇന്നും നിലനിൽപ്പുണ്ട്. ആര് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ആര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നുവോ അവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ചെയ്യാനായിട്ട്.